സഭ പ്രതിസന്ധിയായി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആകുലതയായി പറഞ്ഞിട്ടുള്ള സെക്ഷൻ 15 2010 ആക്ട് സെക്ഷൻ 15 ക്ലോസ് 1 ആണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് 2026 വന്നിട്ടുള്ളത്. അതിനുള്ള ആകുലതയാണ് സഭ പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ 2010 ഈ ആക്ടിൽ ഇത് കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആക്ടാണ് എന്നുള്ളത് പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഇത് BJP കൊണ്ടുവന്ന ആക്ടല്ല. കോൺഗ്രസ് ഗവൺമെന്റ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള 8 കേന്ദ്രമന്ത്രിമാരുള്ള സമയത്തുണ്ടായ ആക്ടാണ്. അന്ന് ഇവരാരും ഇത് കണ്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നു. മാത്രമല്ല CBCI കഴിഞ്ഞ ദിവസം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ഫോളോ അപ്പ് ആയിട്ട് ഒരു ചർച്ചയും കൂടെ ഉണ്ട്. അത് ഇവിടുന്നും കൂടെ സുറമലബാർ സഭയുടെയും കൂടെ പ്രതിനിധികളുണ്ടാവും ആ ചർച്ചയിൽ. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ കൺസേൺസ്, എന്തൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് സർക്കാർ ഒരിക്കലും ഒരു റിലീജിയസ് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു ആക്ട് അല്ല ഇത്, എന്നാൽ അമെൻമെന്റ് അല്ല ഇതെന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ അമെൻമെന്റിൽ ഏതെങ്കിലും തരത്തിൽ മതസ്ഥാപനങ്ങളെ ഏതെങ്കിലും ഇതിൽ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായിട്ട് മന്ത്രി കിരൺ റിജിജുവിനെയാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഡേറ്റ് കൺഫേം ചെയ്തതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ടീം ഉണ്ടാവും. ആ ടീം CBCയുമായി ബന്ധപ്പെട്ട് CBCയുടെ ഒരു പ്രതിനിധി സംഘം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. ഈ ഷോൺ സഭയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണല്ലോ. പുലർത്തിയിരുന്ന ആളല്ല, എന്നും പുലർത്തുന്ന ആളാണ്. അടുത്തിടെയുണ്ടായ വിമർശനങ്ങളൊക്കെ പക്ഷെ ആ ബന്ധത്തിന്റെ ഉടവ് തട്ടിച്ചു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സഭയെ അല്ല വിമർശിച്ചത്. സഭയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു മുഖപത്രത്തെയാണ് വിമർശിച്ചത്. അത്രേ ഉള്ളൂ. അത് ഞാൻ എന്റെ നിലപാട് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഞാൻ വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകളെ കുറിച്ച് എന്റെ പരാതികൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും. ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരും അത്ര മോശക്കാരായിട്ടുള്ള ആളുകളല്ല. ഞാൻ ഏത് അർത്ഥത്തിലാണ് എന്താ സംസാരിച്ചതെന്നൊക്കെ അതിന് ബോധ്യമുള്ള ആളുകളും അത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചെന്ന് ബോധ്യപ്പെടുത്തേണ്ടവരെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിരുന്ന ആകുലതകൾ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് ഞാൻ ഇവിടെ വന്നത് തന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിതാവുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പിതാവുമായിട്ട് സംസാരിച്ചു. അതാ ഇത്രയും താമസിച്ചത്. അല്ലല്ല, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലല്ലേ അത് മാറ്റേണ്ട കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കും അങ്ങനെ തെറ്റിദ്ധാരണയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിൽ നിൽക്കേണ്ട ആളാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവ സഭാ അംഗം എന്ന നിലയിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അത് പറയേണ്ടടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും. അല്ല, എന്നെ സംശയിക്കുന്നത്, ഞാൻ ഈ നിമിഷം വരെയും ആരെയെങ്കിലും വ്യക്തിപരമായി സഭ ഇന്ന കുറ്റം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പാർട്ടി പറഞ്ഞോ? BJP പറഞ്ഞോ? ഇല്ലല്ലോ. അത് ഞാൻ ആക്ഷേപം ഉന്നയിച്ചത് ഒരു പത്രത്തെക്കുറിച്ചാണ്. ആ പത്രം സഭയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പത്രമല്ല. അതിനകത്ത് എഴുതുന്ന എല്ലാം സഭയുടെ അഭിപ്രായമല്ല. സഭയുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അതിനകത്ത് എഴുതുന്ന എല്ലാം സഭയുടെ അഭിപ്രായങ്ങളാണെന്നുള്ള അഭിപ്രായം ഒരു പൊതുജനം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്. അല്ല, അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല PC ജോർജിന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച്, അദ്ദേഹം നിങ്ങളൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ നാക്ക് മോശമാണ്, അദ്ദേഹത്തിന്റെ ശൈലി മോശമാണ്, അദ്ദേഹം പറയുന്ന മോശമാണെന്നൊക്കെ പറയും. പക്ഷെ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭനേട്ടങ്ങൾ നോക്കാതെ, ലാഭനഷ്ടങ്ങൾ നോക്കാതെ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരാൾ. അപ്പൊ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രവോക്ഡാവും. അതാണ് സംഭവിച്ചിട്ടില്ല. അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. എന്തോ അല്ല, FCRAയിൽ ഞാൻ പറഞ്ഞില്ല. ആ ഭേദഗതി പാർലമെന്റ് മാറ്റിവെച്ചു. ചർച്ചയ്ക്ക് വേദി തുറന്നു എന്ന് പറയുന്നത് തന്നെ BJPയുടെ സഭയുടെ ആകലതയോട് BJP കാണിച്ച ഏറ്റവും നല്ലൊരു സമീപനമല്ലേ. ആ സമീപനത്തിൽ സഭ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടുന്ന് ഒരു പ്രതിനിധി സംഘം തീർച്ചയായിട്ടും ആ ചർച്ചയിൽ പങ്കെടുക്കും. ഷോണിന് പരിഭവമൊന്നുമില്ലെന്ന് പറഞ്ഞാലും ഇന്നിപ്പോ രാവിലെ പാല ബിഷപ്പ് സംസാരിച്ചതൊക്കെ ഷോണിനോട് പരിഭവം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ. ആ പരിഭവങ്ങളെല്ലാം സഭയുടെ പരിഭവം ഞാൻ കല്ലറങ്ങാട്ട് പിതാവ് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഞാനത് കൃത്യമായി അത് കേൾക്കുന്നു, അനുസരിക്കുന്നു. പിതാവ് പറഞ്ഞ വിഷയത്തിൽ പിതാവ് പറഞ്ഞതിനകത്ത് 1-2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നറിയോ? ഒളിച്ചും പാത്തും ഒന്നും നമ്മളിനി നിലപാട് പറയേണ്ട കാര്യമല്ല. പരസ്യമായ നിലപാടെടുത്ത് തന്നെ തെറ്റ്. അപ്പൊ ഇനിയുള്ള കാലത്ത് ആ നിലപാട് BJPക്ക് അനുകൂലമായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.